ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മൾ ഈ സൈക്കിളൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ സൈസ് പറഞ്ഞിട്ട് മേടിക്കാറുണ്ട്. ഇവന് 24, ഇവന് 12. അപ്പൊ ആ സമയത്ത് ഈ ഹൈറ്റ് നോക്കാനുള്ള ഒരു സ്കെയിൽ പോലത്തെ സംഭവം തൊട്ടടുത്തുണ്ടാവും. അതൊക്കെ നോക്കിയിട്ടായിരിക്കും അധികം ഈ സൈക്കിളൊക്കെ മേടിക്കുക. പണ്ട് കാലത്ത് ഇതിന് അര, കാല്, മുക്കാല്, ഫുള്ള് അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പുസ്തകത്തിന്റെ പേര് അര സൈക്കിൾ എന്നാണ്. അതിൽ പറയുന്നുണ്ട് ഇവന് അര സൈക്കിളാണ് പറ്റിയത്, ഇവന്റെ ഹൈറ്റിന് പറ്റിയത് അര സൈക്കിളാണ്. ഇതിലത്തെ കുട്ടി അര സൈക്കിളാണ് ഓടിച്ചു പഠിക്കുന്നത്. ഇന്നത്തെ വീഡിയോ അര സൈക്കിൾ എന്ന് പറഞ്ഞ പുസ്തകത്തെ കുറിച്ചാണ്. പുസ്തകം ഇതാണ്. M.R. വേണുകുമാറാണ് ഇത് എഴുതിയിരിക്കുന്നത്. കുട്ടിക്ക് സൈക്കിൾ ഓടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ കുട്ടിയൊന്നും അല്ല നമ്മൾ എടുത്ത് വായണ്ട. കുട്ടിക്ക് ഒരു പേരുണ്ടെങ്കിലാണ് ഒന്നുകൂടി ഉഷാറാവുള്ളൂ. പാച്ചു. ഞാട്ടല്ല, ഇതില് പാച്ചു തന്നെയാണ് പേര്. കുറച്ചൊക്കെ വികൃതിയാണ് കേട്ടോ പാച്ചു. പിന്നെ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പാച്ചുവിന്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ സൈക്കിളൊക്കെ നേരെ നല്ല ഓടിക്കാനൊക്കെ പഠിച്ചപ്പോ, സൈക്കിളിന്റെ പേരല്ല പ്രശ്നം, സൈക്കിളൊക്കെ പക്ഷെ ഓടിക്കാൻ പഠിച്ചപ്പോ ഒന്നുകൂടി ഫ്രണ്ട്ലി ആയി. അങ്ങനെ ഈ അച്ഛന്റെ കൂടെ പാച്ചു കുറെ ദൂരത്തിൽ ഇങ്ങനെ സൈക്കിളൊക്കെ ഓടിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ പാച്ചു അവന്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് മരത്തിൽ കയറുന്നുണ്ട്. കൂട്ടുകാരുടെ സൈക്കിള് മേടിച്ച് ഓടിച്ചപ്പോ അച്ഛൻ അതിന് ദേഷ്യപ്പെട്ടിട്ട് ഒരു ദിവസം വീട്ടിന്റെ പുറത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. അതൊന്നും കാര്യാക്കണ്ട. അപ്പൊ അങ്ങനെ പാച്ചുവിന്റെ യാത്രകളാണ് ഇതിലൂടെ ഉടനീളം. പക്ഷെ സൈക്കിളും കൊണ്ട് മാത്രല്ല, പിന്നെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഇവന് പുതിയൊരു കൂട്ടുകാരെ കിട്ടുന്നുണ്ട്. പാച്ചു ട്യൂഷൻ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവന് ഒരു ഫ്രണ്ടിനെ കിട്ടിയത്. ഇതിൽ 4 അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ പുസ്തകത്തിന്റെ പുറംചട്ടയിൽ അര സൈക്കിളിന് എഴുതിന്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് 4 കുട്ടിക്കഥകളെന്ന്. അപ്പൊ ഇതിന്റെ 4ാമത്തെ അധ്യായത്തിന്റെ പേര് സൂപ്പർ ആട്ടോ. കഥയും സൂപ്പർ തന്നെയാണ്. പേരിന് എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ചെറുമീൻ എന്നുള്ള എല്ലാരും കേക്ക ചെറുമീൻ എന്നായിരിക്കും. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോ ചിലപ്പോ പെട്ടെന്ന് കേക്ക ചെറുമീൻ എന്നായിരിക്കും. പക്ഷെ ചെറുമീൻ എന്നാട്ടോ. ചേറിലൊക്കെ കാണുന്ന മീനായിരിക്കും ഉദ്ദേശം ഉണ്ടാവുക. അതാ ഒരു മീൻ പോണു. പോയിക്കോ. എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായ ഒരു അധ്യായം കൂടിയാണ് കേട്ടോ ചെറുമീൻ. അതില് കുട്ടി കെണി എങ്ങനെയാണോ ഉണ്ടാക്കണത്, അച്ഛന്റെ പണ്ടത്തെ കൊടയുടെ കമ്പിയില് ബാക്കിയുള്ള ഫിറ്റ് ചെയ്തിട്ട് ചെറുമീന്റെ വാലിക്ക് കൊണ്ടുപോയി ഒറ്റക്കൂട്ട. അതെന്താന്ന് വെച്ചാൽ, ഈ കറക്റ്റ് വാലിക്ക് കൊണ്ട ചെറുമീൻ പെട്ടെന്ന് രക്ഷപ്പെടില്ല എന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ബാക്കിയുള്ള വല്ല സ്ഥലത്തേക്കും കൂടുതലാണെങ്കിൽ അത് പെട്ടെന്ന് പെടയും, ചത്തില്ലെങ്കിൽ പെടഞ്ഞു പോകുന്നാണ് പറയുന്നത്. അപ്പൊ അത് മിസ്സായി പോവുമല്ലോ. അതിനാണ് കറക്റ്റ് ബാലിക്ക് തന്നെ കൊണ്ടുപോയി കുത്തുന്നത്. അത് ഈ വലിയ ആൾക്കാർ ചെയ്ത് കണ്ടിട്ടാണ് ഈ കുട്ടിയും പഠിച്ചത്. നൂറ് എന്ന് പറഞ്ഞൊരു അധ്യായം സൂപ്പർ ആട്ടോ. നൂറിൽ എന്താന്ന് വെച്ചാൽ അച്ഛനൊരു കൂട്ടുകാരനെ കിട്ടുകയാണ്. ആ കൂട്ടുകാരന്റെ പേരാട്ടോ നൂറ്. സൂപ്പർ പേരില്. ഞാന് നൂറ് എന്ന് പറഞ്ഞൊരു അധ്യായത്തെ കുറച്ച് ഭാഗം ഞാൻ വായിച്ചുതരാം. നൂറേ. പാലം കയറുന്നതിന് മുമ്പ് ഞാൻ നീട്ടി വിളിച്ചു. അവൻ വിളി കേട്ടില്ല. അവനെ സ്ഥിരമായി കാണാനുള്ള തോട്ടുവക്കിൽ നോക്കി, അവിടെയും കണ്ടില്ല. അവന്റെ ചൂണ്ടക്കണയുടെ ചുവടറ്റം ചിറയിലെ നനഞ്ഞ മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ട്. അല്പം മുമ്പ് അവൻ അവിടെ ഉണ്ടായിരുന്നതായി എനിക്ക് തോന്നി. അവൻ പോയ ശേഷം ചൂണ്ടയിൽ മീൻ കൊത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളത്തിനു മീതെ ചിണുങ്ങി കിടക്കാനുള്ള കുഞ്ഞിനെ കാണാനേ ഇല്ലായിരുന്നു. ചൂണ്ടയിലെ പ്ലാസ്റ്റിക് വെള്ളത്തിലേക്ക് വലിഞ്ഞു മുഴുകി നിൽപ്പുണ്ടായിരുന്നു. നൂറേ, ഞാൻ ഒന്നുകൂടെ വിളിച്ചു. അവൻ വിളി കേട്ടില്ല. അവൻ ഇതെവിടെ പോയി? തുണിസഞ്ചി മരക്കൊമ്പിൽ തൂക്കിയിട്ടു ഞാൻ ചെളിയിൽ കുത്തി നിർത്തിയിരുന്ന ചൂണ്ടക്കണയൂരി. പെട്ടെന്ന് ഒരു നിമിഷം ഞാൻ ഭയന്നുപോയി. എന്തിനായിരിക്കും ഭയന്നിട്ടുണ്ടാവുക? അത് നിങ്ങളാണ് വായിച്ചു നോക്കേണ്ടത്. ഇതൊരു കുഞ്ഞു പുസ്തകമാണ് കേട്ടോ. 79 പേജ് ഉണ്ട് എന്നുള്ളൂ. നമ്പർ ഇങ്ങനെ എഴുതി വെക്കുമ്പോഴാണ് നമുക്ക് 79 പേജൊക്കെ ഉണ്ട് എന്ന് തോന്നുള്ളൂ. വായിച്ചു പോകുമ്പോ പെട്ടെന്ന് തീരുന്ന പോലെ തന്നെ തോന്നും. കാരണം കഥാപുസ്തകങ്ങൾക്ക് മാത്രമായിട്ടൊരു പ്രത്യേക കഴിവുണ്ട്. നമ്മൾ ഈ മറക്കണത് പോലും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. നമ്മളിപ്പോ
ഉച്ചയ്ക്ക് രാത്രി എപ്പോഴെങ്കിലും രാത്രിയാണ് ഞാൻ വായിക്കാറ് അധികം. അപ്പൊ രാത്രിയൊക്കെ ഞാൻ വായിക്കുമ്പോൾ വിചാരിക്കും 2-3 പേജ് വായിച്ചു കഴിഞ്ഞിട്ട് കിടക്കാന്ന്. പക്ഷെ നിർത്തുമ്പോൾ ഒരു 10-20 പേജെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഉച്ചയ്ക്ക് വായിക്കുമ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കുന്നുണ്ടാവും. റെസ്റ്റ് എടുക്കൽ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. നമ്മൾ ഈ പേജ് നമ്പറും പിന്നെ ഈ പേജ് പറയണം കൂടി നമുക്ക് ഓർമ്മയില്ല. ഞാൻ ഇപ്പൊ 1 പേജൊക്കെ കഴിഞ്ഞോ 2 പേജൊക്കെ കഴിഞ്ഞോ നമുക്ക് ഇങ്ങനെ അവസാനം തോന്നും. അങ്ങനെ ഇത് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്ന ഒരു കഥയും കൂടിയാണ്. പ്രത്യേകിച്ച് എനിക്ക് ഈ വലിയ വലിയ അക്ഷരങ്ങളുള്ളത് ഒന്നുകൂടി വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. കാരണം നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോ ഇത്രയാണ് ഈ പുസ്തകം. ഇതിന്റെ പോഞ്ചട്ടിൽ എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ വായിക്കാട്ടോ. മനോഹരമായ ഒരു പൂന്തോട്ടത്തിലെ വർണ്ണങ്ങൾ വിതറുന്ന പൂമ്പാറ്റകളാണ് പുസ്തകങ്ങൾ. കഥകളിലൂടെ യാത്ര ചെയ്താൽ എത്തിച്ചേരുന്നത് നിങ്ങളറിയാത്ത ഇടങ്ങളിലാണ്. കരിങ്ങണയും ചേറുമീനും ഒളിച്ചു കളിക്കുന്ന തോടുകൾ കടന്ന് മലയിറങ്ങി വരുന്ന കാറ്റിന്റെ ചൂളം വിളികൾക്കൊപ്പം കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ ഈ പുസ്തകത്തിലെ 4 കഥകൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പാച്ചുവും നൂറും ജോബും ചിന്നമ്മവും അവളുടെ ചേട്ടായിയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. 4 അധ്യായങ്ങളിലായിട്ട് 5 കഥാപാത്രങ്ങളാണ് കേട്ടോ. പക്ഷെ ഈ 4 അധ്യായങ്ങളിൽ വെവ്വേറെ കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. പക്ഷെ പാച്ചു എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അവനാണല്ലോ ഇതിലത്തെ മെയിൻ കഥാപാത്രം, സൈക്കിളിലത്തെ മെയിൻ കഥാപാത്രം. അപ്പൊ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് DC ബുക്സിന്റെ മാമ്പഴം സീരീസ് ആണ്. 79 പേജുകൾ അടങ്ങുന്ന ഈ പുസ്തകത്തിന് 70 രൂപയാണ് വില. MR വേണുകുമാറാണ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ചു നോക്കുക. താങ്ക് യു.